നമ്മുടെ ഈ കുട്ടിക്രിമിനലുകളുടെ കാര്യത്തിലേക്ക് പോകാം. മാതാപിതാക്കൾ നിർബന്ധമായും കുട്ടികളെ കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വളരേണ്ടത്? അവർക്ക് നല്ല സ്നേഹം കിട്ടണം. സ്നേഹമില്ലാത്ത കുട്ടികൾ ക്രിമിനലുകളാവും. നമുക്ക് വീടിന്റെ അകത്ത് നിന്ന് ഗാർഹികമായ സ്നേഹം നൽകേണ്ടവർ നൽകുന്നില്ലെങ്കിൽ അത് തേടി കുഞ്ഞു മനസ്സുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവർ സെക്സ് റാക്കറ്റിൽ പെടും. കാമുകന്മാരുടെ വൃത്തികേടുകളിൽ അവർ പെട്ടുപോകും. സ്നേഹം കിട്ടേണ്ട വിധം നൽകണം. കുട്ടികളോട് നന്നായിട്ട് വളരെ ആർദ്രമായി ഇടപെടണം. തൻ്റെ പൗത്രന്മാരെ പുറത്തിരുത്തിയിട്ട് ഹബീബിന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ വാഹനമായിട്ട് സഞ്ചരിക്കുമായിരുന്നു. നാലുകാലിൽ രണ്ട് കൈയും കുത്തി മുട്ടുംകാലും കുത്തി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പുറത്തിരുത്തിയിട്ട് ഹബീബായ നബിതങ്ങൾ ഇങ്ങനെ വാഹനമായിട്ട് കളിക്കുമായിരുന്നു. സൽമാൻ ഫാരിസി യാദൃച്ഛികമായിട്ട് കടന്നു വരുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു ആ മക്കളെ വിളിച്ചിട്ട്, പൊന്നു മക്കളെ, നിങ്ങളുടെ വാഹനം വളരെ മികച്ചതാണല്ലോ എന്ന്. ഒരു ജാള്യം തോന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഞാനിങ്ങനെ കിടക്കായിരുന്നു, അവരൊന്ന് പുറത്തിരുന്നു, ഞാൻ ജസ്റ്റ് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹബീബായ നബിതങ്ങൾ ആ രംഗത്തെ വേറൊരു തലത്തിലേക്ക് തിരിച്ചു വിട്ടോ. ഇല്ല, നബിതങ്ങൾ ഈ കുഞ്ഞുമക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഹസൻ, യാത്രികരും അത്ര മോശമൊന്നുമല്ല എന്ന്. വാഹനം മികച്ചതാന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ മാനസികമായി സപ്പോർട്ട് ചെയ്യണം. എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിറക്കി അവർ തന്നെ ഒരു ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി. അല്ല, വാഹനം മാത്രമൊന്നുമല്ല, യാത്രികരും മികവുറ്റവരാണ് ഹബീബായ നബി തങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ച് പറയുന്നു. കുട്ടികൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം നൽകുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സ്ത്രീകളൊക്കെ ഒന്നിച്ച് പള്ളിയിൽ വന്നിരുന്ന കാലം ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ദീർഘമായി ഞാൻ നിസ്കരിക്കാൻ വിചാരിക്കും, പക്ഷേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കും. അപ്പോൾ ഉമ്മമാർക്ക് വിഷമമില്ല നിർത്തിയിട്ട് പെട്ടെന്ന് ഞാൻ നിസ്കാരം ചുരുക്കി നിർവഹിക്കും. കുട്ടികളെ നിസ്കാരത്തിൽ പോലും പരിഗണിച്ചു. കുട്ടികളെ നിസ്കാരത്തിൽ പോലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചു.